മഹാകവി കാളിദാസൻ രഘുവംശത്തിലെ 14ാമത്തെ സർഗത്തിൽ വാൽമീകിയെ അവതരിപ്പിക്കുന്നുണ്ട്. മഹാരാജാവും ജ്യേഷ്ഠനുമായ ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം ആജ്ഞപ്രകാരം സീതാദേവിയെ വനത്തിൽ ഉപേക്ഷിക്കുന്നു ലക്ഷ്മണൻ. ദേവി അവിടെ ബോധരഹിതയായി വീഴുകയാണ്. പിന്നീട് സ്വബോധം വീണ്ടെടുത്ത് തനിക്ക് സംഭവിച്ചു പോയ അപമാനത്തെക്കുറിച്ചും അനാഥത്വത്തെക്കുറിച്ചും ഓർത്ത് അരകുഴൽ പക്ഷിയെ പോലെ കരയുന്നു. ആ കരച്ചിൽ കേട്ടാണ് വാൽമീകി അവിടേക്ക് വരുന്നത്. അവിടെ കവി രുദിതാനുസാരി എന്നാണ് കാളിദാസൻ എഴുതിയിരിക്കുന്നത്. കരച്ചിലിന് പിന്നാലെ സഞ്ചരിക്കുന്നവനാണ് കവിയെന്ന്. ഈ സമയത്ത് വാൽമീകി കവി ആയിട്ടില്ല എന്ന് വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. ലവകുശന്മാർ ജനിച്ച് അവരെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് രാമായണ കാവ്യം കവിയായ വാൽമീകി എഴുതുന്നത്. പക്ഷെ കവിക്കൊരു നിർദ്ദേശം, കവി എന്ന വാക്കിന് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കരച്ചിലിന് പിന്നിൽ സഞ്ചരിക്കുന്നു എന്നാണ്. നമ്മുടെ മനുഷ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കാൻ കെൽപ്പുള്ള ഒന്നാണ് കണ്ണുനീർ അല്ലെങ്കിൽ കരച്ചിൽ. അതിനെ അന്വേഷിച്ചിറങ്ങിയവനാണ് കവി എന്ന് വളരെ ലഘുവായിട്ടാണ് കാളിദാസൻ എഴുതിയിരിക്കുന്നത് എങ്കിലും എത്രയോ ബൃഹത്തായ ആശയമാണ് അതിന് പിന്നിലുള്ളത്. നമ്മുടെ വേദനകളെ ശുദ്ധീകരിക്കുന്നവനാണ് കവിതയിലൂടെ കവി. എല്ലാവർക്കും നല്ലത് വരട്ടെ. സ്നേഹപൂർവ്വം, ഐശ്വര്യ.